അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹാദരവുകൾ നിറഞ്ഞ ഓപ്പൺ ഫോറം പ്രവാസി കൂട്ടായ്മയിലെ അഡ്മിന്മാരെ, മറ്റ് സ്നേഹനിധികളായ പ്രവാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ നമ്മിൽ നിന്നൊരു സ്വാലിഹായ അമലായി സ്വീകരിച്ച് ഇരുലോക വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജോലിയിലും ബിസിനസ്സിലും നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയ പാകപ്പിഴവുകൾ പുറത്ത് മാഫാക്കി തന്ന് ശിഷ്ടകാലം അവന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് സർവശക്തി നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുമാറാവട്ടെ. പ്രവാസ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാം കുടുംബങ്ങളിലും സമാധാനവും ഐശ്വര്യവും സന്തോഷവും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ, വളരെ മഹത്തമായിട്ടുള്ള ഒരു സംഗമമാണ്. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. റജബ് മാസം നമുക്കെല്ലാവർക്കും അറിയാം, വിതക്കാനുള്ളതും ശഅബാൻ നനക്കാനുള്ളതും റമദാൻ അത് കൊയ്യാനുമുള്ളതുമാണെന്നാണ് പണ്ഡിത അഭിപ്രായം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച സ്ഥലങ്ങൾ സന്ദർശിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കുക, അല്ലെങ്കിൽ അവരുടെ പാത പിൻപറ്റുക, അവരോടുള്ളൊരു ഹുബ്ബ് നിലനിർത്തുക, ഇതെല്ലാം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്താണ്. ആ ഒരു മാനദണ്ഡം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്പൺ ഫോറം പ്രവാസി കൂട്ടായ്മയിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ തന്നെ ഇത്തരം മഹത് വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം വളരെ വിലപ്പെട്ട ഒരു ഇബാദത്തായി തന്നെ നമുക്ക് പരിഗണിക്കാം. ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലൂടെ നടന്നു വരുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാവട്ടെ. ഏകദേശം 30 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ബഹുമാനികളായ നമ്മുടെ മുൻകഴിഞ്ഞു പോയ നേതാക്കന്മാരെ അനുസ്മരിച്ച് അവരുടെ ജീവിത രീതികൾ പഠിച്ചെടുത്ത് ആ ഒരു രൂപത്തിൽ മുന്നോട്ട് പോവാൻ നമ്മൾ പരിശ്രമിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഈ ഒരു സംഗമം, അൽഹംദുലില്ലാ, അതിൽ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള, ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായി മാറിയ നമ്മുടെ ഏവരുടെയും അത്താണിയായ കൊടപ്പനക്കൽ തറവാട്ടിലെ മുതിർന്ന കാരണവർ മർഹൂം സയ്യിദ് PMSA പൂക്കോയത്തങ്ങൾ നവറല്ലാഹു മർക്കദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ദറജ ഉയർത്തുമാറാവട്ടെ. മഹാനായ പൂക്കോയത്തങ്ങളെ കുറിച്ച് അറിയാനും അറിഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാനും മഹാനവറുകളുടെ പാതയിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് നയിച്ച് ഹബീബിന്റെ യഥാർത്ഥ ഉമ്മത്തികൾ ഉൾപ്പെടാനുമുള്ള തൗഫീഖ് നാഥൻ നമുക്ക് നൽകുമാറാവട്ടെ. മറ്റുള്ള വ്യക്തിത്വങ്ങളിൽ നിന്നും മഹാനവറുകളെ വേറിട്ട് നിർത്തുന്നത് കാര്യപ്രാപ്തിയും അതോടുകൂടെ മറ്റുള്ളവരുടെ മേൽ സ്വാധീനം ചെലുത്താനുള്ള കഴിവുമായിരുന്നു. നമുക്കറിയാം, ഇലാഹി ചിന്ത കൊണ്ട് ഹൃദയത്തിൽ ആത്മീയ പരിവേഷം ഊട്ടിയുറപ്പിച്ചപ്പോഴും ഭൗതിക കാര്യങ്ങളിൽ സ്വയം ജീവിത രീതി ഉണ്ടെങ്കിലും രണ്ടു മേഖലയിലും അനുയായികൾക്ക് അഥവാ കേരളീയ മുസ്ലിം ജനതയ്ക്ക് കാലഘട്ടത്തിന്റെ ഒഴുക്കിനനുസരിച്ച് വേണ്ടുന്ന ഇടപെടലുകൾ നടത്തുന്നതിൽ പ്രമുഖനായിരുന്നു നമ്മുടെ ഏവരുടെയും സയ്യിദ് അവറുകൾ. ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ കേരള ജനത ഇത്രയും ഉന്നതിയിൽ എത്താൻ സയ്യിദ് അവറുകൾ നിറഞ്ഞ പ്രയത്നം എടുത്തു പറയേണ്ടതാണ്. മഹാനവറുകൾ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം വനിതകൾ, പെൺകുട്ടികൾ വീടിന്റെ വിളക്കാണ്, ആ വിളക്ക് പ്രകാശിക്കണമെങ്കിൽ വിജ്ഞാനം കൂടിയേ തീരൂ എന്നുള്ള ഒരു ഉണർത്തൽ നമ്മുടെ മുൻകഴിഞ്ഞ മാതാപിതാക്കൾക്ക് നൽകുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ പൊതുവെ നമ്മുടെ ജനതയ്ക്കിടയിൽ ഒരു വനിതാ വിദ്യാഭ്യാസ സമ്പ്രദായം വളരെ വിരളമായിരുന്നു. അൽഹംദുലില്ലാ, മഹാനവറുകളുടെ ആ ഒരു വാക്കേറ്റെടുത്ത് നമ്മുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി എല്ലാവരും പരിശ്രമിച്ചു. ഇന്നിപ്പോൾ നാം കാണുന്ന പല വനിതാ ക്യാമ്പസുകളും അതുപോലെ തന്നെ മിക്സഡ് ആയിട്ടുള്ള ക്യാമ്പസുകളിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരിമാര്, മുസ്ലിം സ്ത്രീകൾ എത്തിപ്പെട്ട
ഉന്നതമായ മേഖലകൾ, ഡോക്ടർ ഫീൽഡായാലും എഞ്ചിനീയറിംഗ് ഫീൽഡായാലും ഭൗതികമായിട്ടും ആത്മീയപരമായിട്ടുമുള്ള അധിക ഫീൽഡുകളും വിജ്ഞാന സ്രോതസ് ഉയർത്തി പല മേഖലയിലും ഇന്ന് മുസ്ലിം വനിതകളും നമ്മുടെ സഹോദരന്മാരും തിളങ്ങി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന ഊന്നൽ എന്ന് പറയുന്നത് മഹാനവറുകളുടെ ശക്തമായിട്ടുള്ള ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ പല കോളേജ് ക്യാമ്പസുകള്, അതുപോലെ ഏതൊരു നാട് എടുത്തു കഴിഞ്ഞാലും ആ നാട്ടിലൊക്കെയുള്ള പല മന്ദിരങ്ങളും അല്ലെങ്കിൽ പല ബിൽഡിങ്ങുകളും പല ബസ് സ്റ്റോപ്പുകളായിട്ടും അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് മഹാനവറുകളുടെ നാമോദയത്താൽ, മഹാനവറുകളുടെ സ്മരണക്ക് മുന്നിൽ തീർത്തത് നമ്മൾ അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു കടപ്പാടിന്റെ സൂചകമായിട്ടാണ്. ഒരേ സമയം തന്നെ രാഷ്ട്രീയ ജീവിതവും തികഞ്ഞ ഒരു സൂഫിസത്തിലൂടെയും സാംസ്കാരിക മതരാഷ്ട്രീയ രംഗങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന മഹാനവറുകൾ നമുക്ക് എല്ലാവർക്കും ഒരു വഴികാട്ടിയാണ് എന്നുള്ള വസ്തുത ഈ സമയം ഞാൻ ഉണർത്തുന്നു. എല്ലാ മേഖലയിലും ഒരേ സമയം ചിലവഴിക്കുമ്പോഴും ഒരു പ്രയാസമോ ഒരു നീരസമോ കാണിക്കാതെ തന്റെ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അങ്ങേയറ്റം പോരാടി ഒരു ത്യാഗോജനമായ ജീവിതം നമുക്ക് മുന്നിൽ സമർപ്പിച്ചു മുൻകടന്നു പോയി നമ്മുടെ പ്രിയ നേതാവ്. മഹാനവറുകളെ സ്മരിക്കുന്ന ഈ ഒരു അവസരത്തിൽ മഹാനവറുകളുടെ ഒരു കറാമത്തിനെ കുറിച്ച് മാത്രം ഒന്നിവിടെ സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. ഒരവസരത്തിൽ മരം പിടിക്കാൻ കൊണ്ടുവന്ന ഒരു ആനയെ, ആ ആന മദം പൊട്ടി ഒരു ഭ്രാന്തൻ ഒരു വേഷത്തിലൂടെ നാട്ടുകാരെയും നാടിനെയും ഭീതിയിലാഴ്ത്തിയ ആ സമയത്ത് 2-3 ആളുകൾ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് വരികയും സയ്യിദായ PMS പൂക്കോയ തങ്ങൾ അവരുടെ സന്നിധിയിലെത്തി ഇങ്ങനെ ഇന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, സയ്യിദ് അവറുകളെ ഞങ്ങൾക്ക് ഒരു ഉപായം പറഞ്ഞു തരണം അങ്ങ് എന്ന് പറയുമ്പോൾ മദം പൊട്ടി നിൽക്കുന്ന ആനക്ക് കേവലം ഒരു 3 പഴമെടുത്ത് അതിൽ മന്ത്രിച്ച് മഹാനവറുകളുടെ തിരുകൈകൾ കൊണ്ട് ഏൽപ്പിച്ച് ഇത് ആനക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ആ വന്ന ആളുകളോട് പറയുകയും വന്ന വ്യക്തികൾ അല്പം പോലും അന്താളിക്കാതെ അവിശ്വസിക്കാതെ സയ്യിദ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ആ ഒരു തിരുവചനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോയി കൊണ്ടുകൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ ചെല്ലുകയും മദം പൊട്ടി നിൽക്കുന്ന ആനക്ക് 3 ഏത്തപ്പഴം 3 പഴം എന്നുള്ള രൂപത്തിൽ കൂടി നിന്ന് പലരും കളിയാക്കുന്ന സാഹചര്യത്തിൽ ആര് തന്നെ കളിയാക്കിയാലും ഇത് ഞങ്ങളുടെ നേതാവ് PMS പൂക്കോയ തങ്ങൾ അവറുകൾ നൽകിയതാണ് എന്നുള്ള ആ ഒരു നീയത്തോട് കൂടിയിട്ട് ആനയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയും മദം പൊട്ടി വന്ന ആ ഒരു ആന ആ പഴം കഴിച്ച് ശാന്തനാവുകയും ചെയ്തു. ഇത് സയ്യിദ് അവറുകളുടെ ഇലാഹിയുമായിട്ടുള്ള അത്രയും അടുത്തൊരു ബന്ധത്തിന്റെ കറാമത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ കടൽക്ഷോഭം ഉണ്ടാവുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികള് സയ്യിദ് അവറുകളോട് ദുആ വസിയത്ത് ചെയ്യുകയും പല രൂപത്തിൽ ഉറുക്കുകളായിട്ടും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ സയ്യിദ് അവറുകൾ മന്ത്രിച്ച് കടൽ കൊണ്ടുപോയിടാൻ പറയും. ആ അവസരത്തിൽ കടൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ കടൽക്ഷോഭം മാറുകയും മത്സ്യത്തൊഴിലാളികളുടെ ഇച്ഛാനുസരണം അവർക്ക് വേണ്ട മത്സ്യങ്ങൾ ലഭിക്കുകയും ഉണ്ടെന്നൊക്കെ ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. ഇത്തരം കറാമത്തുകൾ അനവധി പല ചരിത്ര താളുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, നാം എല്ലാം അറിയുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ തിളങ്ങി നിൽക്കുമ്പോഴും കൊടപ്പനക്കൽ തറവാട് ഒരു കോടതിയായിരുന്നു. അത് ഇന്നും ആ സമ്പ്രദായം നിലനിന്നു പോന്നു. ഏതൊരു കേസും മഹാനായ സയ്യിദ് അവറുകളുടെ മുന്നിൽ വന്ന് തീർപ്പാക്കാതെ പോയതായിട്ട് ചരിത്രമില്ല. അത്രയും നല്ലൊരു നീതി ന്യായാധിപനായിരുന്നു സയ്യിദ് അവറുകൾ. അതുപോലെ തന്നെ തികഞ്ഞൊരു ഡോക്ടറായിരുന്നു. ആത്മീയ പാരമ്പര്യ ഖുർആനിക ചികിത്സയിൽ, തുൽസമാത്തിന്റെ ചികിത്സയിൽ തന്റെ കഴിവിൽ പ്രാതിനിധ്യം തെളിയിച്ച സയ്യിദ് അവറുകൾ മാനസിക, പൈശാചിക, ശാരീരികമായിട്ടുള്ള എന്ത് പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിച്ച് തറവാടിന്റെ മുറ്റത്ത് വന്നാലും അതിനെല്ലാം ഒരു അറുതി വരുത്തി, അതിനെല്ലാം ഒരു ശമനം അള്ളാഹുവിനോട് ചോദിച്ച് അവർക്ക് നൽകിക്കൊണ്ടേ മടക്കി വിടുകയുള്ളൂ. എന്നിങ്ങനെ നീണ്ടുപോകുന്നു നമ്മുടെ ഇതിഹാസ പുരുഷനായ സയ്യിദ് PMS പൂക്കോയ തങ്ങൾ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം അനുസ്മരണ സംഗമങ്ങൾ നമ്മൾ ഏർപ്പാടാക്കുമ്പോൾ ഇപ്പൊ ഇതിലധികവും പ്രവാസി
സഹോദരങ്ങളാണ്. നാട് വിട്ട്, വീട് വിട്ട്, ബന്ധുങ്ങളെ വിട്ട് കടൽ കടന്ന് അക്കരെ ജോലി ചെയ്യുന്ന, ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും നീറുന്ന ചിന്തകൾക്കിടയിലും ഇത്തരം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ നൽകി ഒരു ഗ്രൂപ്പ് സംഘടിപ്പിച്ച് ആ കൂട്ടായ്മയിലൂടെ ഇത്തരം നല്ല പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ എന്നും നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക, ഇതിൽ നിന്നുള്ള ആശയ ആവിഷ്കാരങ്ങൾ ഉൾക്കൊണ്ട് മഹത് വ്യക്തിത്വങ്ങളുടെ പാത പിൻപറ്റി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതചര്യയിലേക്ക് നേരായ വഴിയിലൂടെ എത്തിപ്പെട്ട് വിജയികൾ ഉൾപ്പെടാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ, നമുക്ക് മുൻകഴിഞ്ഞു പോയ നേതാക്കന്മാരുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അഹ്ലുകാരി ഒരുമിക്കുമാറാവട്ടെ. നമ്മുടെ മാനസിക, ശാരീരിക, സാമ്പത്തിക, പൈശാചികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാവട്ടെ. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ നമ്മുടെ അഹ്ലുകാരി ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനം കൊണ്ട് ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.